അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, 2024 മാർച്ച് 1 തീയതി അസ്വലാത്തു അലാ വഖ്തിഹ, സമയത്തു തന്നെ നിസ്കാരം നിർവഹിക്കുന്നതിൻ്റെ പ്രാധാന്യമാണ് ജുമുഅ ഖുതുബ പ്രതിപാദിക്കുന്നത്. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും ആരാധനാകർമ്മങ്ങളിൽ ശ്രദ്ധ പുലർത്തുവാനും എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്: യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഹേ ജനങ്ങളെ, നിങ്ങളെയും നിങ്ങൾക്കു മുമ്പുള്ളവരെയും സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുക, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാവാൻ വേണ്ടി. സത്യവിശ്വാസികളെ, വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം പള്ളിയിൽ നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്ന തൻ്റെ അനുചരന്മാരുടെ സമീപത്തു ചെന്ന് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന മനോഹരമായ ആ കർമ്മത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു: മാ യുജ്ലിസുക്കും ഹാഹുന, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ നേരത്തിവിടെ ഇരിക്കുന്നത്? അവർ പറഞ്ഞു: യാ റസൂലല്ലാഹ് നന്തളിറുസ്സലാഹ്, ഞങ്ങൾ നിസ്കാരം പ്രതീക്ഷിച്ചു കാത്തിരിക്കുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതാനും നിമിഷം ശാന്തനായി നിന്നു. പിന്നീട് തല ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: അതദ്റൂന മാ യഖൂലു റബ്ബുക്കും അസ്സ വജൽ, നിങ്ങളുടെ രക്ഷിതാവ് എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്കറിയുമോ? അള്ളാഹുവിനും അവൻ്റെ പ്രവാചകനുമാണ് അറിയുക എന്ന് സഹാബികൾ മറുപടി നൽകി. ഉടനെ പ്രവാചകൻ നൽകിയ പ്രതിവചനം ഇങ്ങനെയായിരുന്നു: ഫഇന്ന റബ്ബക്കും അസ്സ വജല്ല യഖൂൽ മൻ സല്ലസ്സലാത ലിവഖ്തിഹാ വഹാഫള അലൈഹാ വലം യുളയ്യഅഹ ഇസ്തിഗ്ഫാഫൻ ബിഹഖ്ഖിഹാ ഫലഹു അലയ്യ അഹ്ദുൻ അൻ ഉദ്ഖിലഹുൽ ജന്ന. അള്ളാഹു നിങ്ങളോട് പറയുന്നത് ഇങ്ങനെയാണ്: ഏതൊരാൾ നിസ്കാരം സമയത്തു തന്നെ നിർവഹിക്കുകയും അത് കൃത്യമായി നിലനിർത്തുകയും നിസ്കാരത്തെ നിസ്സാരമാക്കിക്കൊണ്ട് അത് നഷ്ടപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്നുവോ, അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക എന്നത് ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ് എന്ന്. സത്യവിശ്വാസികളെ, നിസ്കാരത്തിൻ്റെ സമയക്രമമെന്നു പറയുന്നത് പരമപ്രധാനമാണ്. ലോകരക്ഷിതാവായ അള്ളാഹുവാണ് അത് നിശ്ചയിച്ചിരിക്കുന്നത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കു പറഞ്ഞയച്ച് കഅബ ഷരീഫയുടെ സമീപത്ത് വച്ച് ജിബ്രീൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 2 നേരങ്ങളിൽ ഓരോ നിസ്കാരവും നിർവഹിച്ചു കാണിക്കുകയുണ്ടായി. ഒന്നാമത്തെ നിസ്കാരം ഓരോ ഫർള് നിസ്കാരങ്ങളുടെയും തുടക്ക സമയത്തായിരുന്നു. രണ്ടാമത്തേത് ഓരോ നിസ്കാരത്തിൻ്റെയും സമയം അവസാനിക്കുന്ന സന്ദർഭത്തിലുമായിരുന്നു. പിന്നീട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകരോട് ഇങ്ങനെയാണ് പറഞ്ഞത്: യാ മുഹമ്മദ്, ഹാദാ വഖ്തുൽ അംബിയാഇ മിൻ ഖബ്ലിക്, ഇതാണ് താങ്കൾക്ക് മുമ്പുള്ള പ്രവാചകന്മാരും നിസ്കരിച്ചിരുന്ന സമയം. അൽ വഖ്തു ഫീമാ ബൈന ഹാദൈൻ, നമ്മൾ ഈ നിസ്കരിച്ച 2 നിസ്കാരങ്ങൾക്കിടയിലുള്ള സന്ദർഭങ്ങളാണ് ഓരോ നിസ്കാരവും നിർവഹിക്കുവാൻ ഉള്ള സമയമെന്ന്. നിസ്കാരങ്ങളുടെ സമയം കൃത്യമായി നിലനിർത്തണമെന്ന് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിരിക്കുകയാണ്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്: ഇന്നസ്സലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, തീർച്ചയായും നിസ്കാരം സത്യവിശ്വാസികൾക്ക് സമയബന്ധിതമായി നിർണയിക്കപ്പെട്ട നിർബന്ധ ബാധ്യതയാണ്. അതായത് നിസ്കാരത്തിന് കൃത്യമായ സമയമുണ്ട്. ആ സമയത്തിനു മുമ്പ് നിസ്കരിക്കാവതല്ല, സമയത്തിനു ശേഷത്തേക്ക് നിസ്കാരം പിന്തിക്കാവതുമല്ല. യാത്രക്കാർ 2 നിസ്കാരങ്ങളെ ഒരു നിസ്കാരത്തിൻ്റെ സമയത്തേക്ക് മുന്തിച്ചോ പിന്തിച്ചോ ജംആക്കി നിസ്കരിക്കുന്ന പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രമോ അതല്ലെങ്കിൽ മറവി കാരണമോ ഉറക്കം കാരണമോ മാത്രമാണ് നിസ്കാരത്തിൽ സമയവ്യത്യാസങ്ങൾ അനുവദനീയമാകുന്നത്. വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കിൻ്റെ വിഷയത്തിൽ
ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ലൈസ ഫിൻ നൗമി തഫ്രീഖുൻ ഇന്നമത് തഫ്രീഖു ഫിൽ യഖ്ള. ഒരാൾ അറിയാതെ ഉറങ്ങിപ്പോയാൽ അത് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ വീഴ്ചയാണ് എന്ന് പറയാനാവില്ല. മനഃപൂർവ്വം ഉണർന്നിരിക്കെ നിസ്കാരം നഷ്ടപ്പെടുത്തുന്നതാണ് അതിഗുരുതരം. എന്നിട്ട് പ്രവാചകർ പറഞ്ഞു, ഫഇദാ നസിയ അഹദുക്കും സ്വലാത്തൻ ഔ നാമ അൻഹ. നിങ്ങളിൽ ഒരാൾ ഒരു നിസ്കാരം മറന്നുപോയെങ്കിൽ, അല്ലെങ്കിൽ ആ നിസ്കാര സമയത്ത് ഉറങ്ങിപ്പോയെങ്കിൽ, ഫൽയുസല്ലിഹ ഇദാ ദകറഹ. അത് ഓർമ്മ വരുന്ന സമയത്ത് ഉടൻ തന്നെ അത് നിസ്കരിച്ചു കൊള്ളട്ടെ എന്ന്. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് ഏറ്റവും പ്രിയങ്കരമായ കർമ്മമായി പ്രവാചകർ നമുക്ക് പരിചയപ്പെടുത്തിയത് നിസ്കാരം കൃത്യമായി നിലനിർത്തലാണ്. പ്രവാചകർ ചോദിക്കപ്പെട്ടു, അയ്യുൽ അഅ്മാലി അഹബ്ബു ഇലല്ലാഹ്. അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ കർമ്മം എന്താണ്? പ്രവാചകർ പറഞ്ഞു, അസ്വലാത്തു അലാ വഖ്തിഹ. സമയത്തു തന്നെ നിസ്കരിക്കലാണെന്ന്. നിസ്കാരത്തിൻ്റെ സമയമായി കഴിഞ്ഞാൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ പിന്നീട് ആ നിസ്കാരത്തിൻ്റെ കാര്യത്തിലാകുമായിരുന്നു. ആ നിസ്കാരം നിർവഹിക്കുന്നതിന് വേണ്ടി സമ്പൂർണമായി പ്രവാചകർ ഒഴിഞ്ഞിരിക്കുമായിരുന്നു. അതിനു പ്രവാചകർക്ക് പ്രചോദനമായത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അള്ളാഹു പറഞ്ഞത്, അഖിമിസ്സലാത ലിദുലൂകിശ്ശംസി ഇലാ ഗസഖിൽ ലൈലി വഖുർആനൽ ഫജ്ർ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ. സൂര്യൻ ആകാശമധ്യത്തിൽ നിന്ന് തെന്നിമാറുന്നത് മുതൽ രാത്രി ഇരുൾ മുറ്റുന്നതുവരെ നിർണിതമായ സന്ദർഭങ്ങളിൽ താങ്കൾ നിസ്കാരം മുറ പോലെ അനുഷ്ഠിക്കണം. ഖുർആനോദിയുള്ള പ്രഭാത നിസ്കാരം, സുബഹ് നിസ്കാരം പ്രത്യേകം ശ്രദ്ധ പുലർത്തുക. കാരണം പ്രഭാത നിസ്കാരത്തിലെ ഖുർആൻ പാരായണം മലക്കുകൾ വന്ന് സാക്ഷ്യം വഹിക്കുന്നതാണ്. ഒരു പ്രഭാതം ആരംഭിക്കുമ്പോൾ വിശ്വാസി ആദ്യമായി നിർവഹിക്കുന്ന നിസ്കാരം ഫജ്ർ നിസ്കാരമാണ്. ഫജ്ർ നിസ്കാരത്തിന് രാവിലും പകലിലുമായി ഭൂമിയിലേക്ക് വന്നിറങ്ങുന്ന മലക്കുകൾ ഒന്നിച്ചു ചേരുന്ന സന്ദർഭമാണ്. സത്യവിശ്വാസികൾ അള്ളാഹുവിൽ നിന്നുള്ള സമ്പൂർണ്ണ തൗഫീഖോടെ അത് നിർവഹിക്കുകയാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടുവാനും അള്ളാഹുവിനോട് സംഭാഷണം നടത്തുവാനും തങ്ങളുടെ ദിവസം സുന്ദരമായ ഒരു രീതിയിൽ തുടങ്ങുവാനും ഫജ്ർ നിസ്കാരം അവർക്കു കാരണമാവുന്നു. പള്ളിമിനാരങ്ങളിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനൻ നൗം, നിസ്കാരമാണ് ഉറക്കിനേക്കാൾ അഭികാമ്യമെന്നു കേൾക്കുമ്പോൾ അവരുടെ ഹൃദയം പള്ളിയിലെത്തുകയാണ്. അതുകൊണ്ട് സുബഹ് നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവർക്ക് പ്രവാചകരു നൽകിയ സന്തോഷവാർത്ത ഇങ്ങനെയാണ്, ബിന്നൂരി താമ്മി യൗമൽ ഖിയാമ. അന്ത്യനാളിൽ സമ്പൂർണ്ണ വെളിച്ചമാണ് അവർക്ക് വരാനിരിക്കുന്നത്. അവർ നേടിയെടുക്കാനിരിക്കുന്ന വിജയമാവട്ടെ ഫീ ദിമ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണ സംരക്ഷണമാണ്. ആ ദിവസം മുഴുവൻ സുബഹ നിസ്കാരം വഴി അടിമയ്ക്ക് അല്ലാഹു സംരക്ഷണം നൽകുകയും അവൻ്റെ പ്രഭാതത്തിൽ ഐശ്വര്യം ചെരിയുകയും ചെയ്യും. മാത്രമല്ല, പ്രവാചകർ പഠിപ്പിച്ചതുപോലെ ആ ദിവസം മുഴുവൻ അവൻ ഉന്മേഷവാനായിരിക്കും, നല്ല മനസ്സിൻ്റെ ഉടമയായിരിക്കും. ഇനി സുബഹ നിസ്കാരം ഒരാൾ നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ അവൻ ദുഷ്പ്രകൃതക്കാരനായി മാറുകയും മടിയോടെ അവൻ്റെ ആ ദിവസം മുഴുവൻ നഷ്ടപ്പെടുകയും ചെയ്യും. പിന്നീട് സത്യവിശ്വാസി ളുഹുറും അസ്റും മഗ്രിബുമെല്ലാം പള്ളിയിൽ നിന്ന് വാങ്കുവിളി കേൾക്കുമ്പോൾ സമ്പൂർണ്ണമായി നിർവഹിക്കുന്നു. ഒരു നിസ്കാരത്തെയും സമയത്തു നിന്ന് അവൻ പിന്തിക്കുകയില്ലെന്നു മാത്രമല്ല, കൃത്യമായി നിർവഹിക്കുകയും നിസ്കാരത്തിൻ്റെ അർത്ഥതലങ്ങളെക്കുറിച്ചാലോചിക്കുകയും അത് നിർവഹിച്ചുകൊണ്ടിരിക്കെ ആ നിസ്കാരം അവൻ ആസ്വദിക്കുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ മുന്നിലാണ് നിൽക്കുന്നതെന്ന ബോധത്തോടെ റുക്കൂഉം സുജൂദും വിനയവിധേയത്വവുമെല്ലാം അവൻ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. രക്ഷിതാവുമായുള്ള തൻ്റെ ബന്ധം പുതുക്കുകയും അള്ളാഹുവിൻ്റെ ഔദാര്യം ചോദിക്കുകയും തൻ്റെ ആത്മാവിനു വേണ്ട ശക്തി സംഭരിക്കുകയും മനസ്സമാധാനത്തിനും ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുവാനും വേണ്ട എല്ലാം നേടിയെടുക്കുകയും ചെയ്യുന്നു. ഒരു വിശ്വാസിയുടെ ഒരു ദിവസം അവസാനിക്കുന്നത് ഇശാ നിസ്കാരത്തോടെയാണ്. ആകാശഭൂമികളുടെ സൃഷ്ടാവായ അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് വിട്ടുവീഴ്ചയും കാരുണ്യവും പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവൻ ഇശാ നിസ്കരിക്കുന്നത്. പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട്, അസ്വലാത്തുൽ മക്തൂബ ഇലസ്വലാത്തില്ലതി ബഅദഹാ കഫാറത്തുൽ ലിമാ ബൈനഹുമാ. ഫർളായ ഒരു നിസ്കാരം അതിനുശേഷം വരുന്ന നിസ്കാരം വരെയുള്ള
പാപങ്ങൾക്കു മുഴുവൻ പ്രായശ്ചിത്തമാണ് എന്ന് പ്രവാചകർ വീണ്ടും ഓർമ്മപ്പെടുത്തി. ലാ യസാലു അഹദുക്കും ഫീ സ്വലാത്തിൻ മാ ദാമ യന്തളിറു സ്വലാഹ്. ഒരാൾ നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുമ്പോഴെല്ലാം അയാൾ നിസ്കരിക്കുന്നതുപോലെ തന്നെയാണ്, അതേ പ്രതിഫലമാണെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറഞ്ഞു. ഒരാൾ നിസ്കരിക്കുന്ന സ്ഥലത്ത് തുടർന്നുകൊണ്ടിരിക്കുമ്പോഴെല്ലാം മലക്കുകൾ അയാൾക്ക് വേണ്ടി അള്ളാഹുവിനോട് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ റഹംഹു, അള്ളാഹുവേ ഇദ്ദേഹത്തിനു നീ പുറത്തു കൊടുക്കണമേ, കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്ന്. നസ്അലുല്ലാഹ അൻ യജ്അലനാ മിനല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ. അള്ളാഹുവിനോട് നാം നമ്മയെല്ലാവരെയും നിസ്കാരം കൃത്യമായി നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തേണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സത്യവിശ്വാസികളെ, നാം 5 നേരങ്ങളിലെ നിസ്കാരം കൃത്യമായി നിലനിർത്തുന്നു എന്നത് നിസ്കാരത്തിൻ്റെ മഹത്വം നാം ഉൾക്കൊള്ളുന്നു എന്നതിൻ്റെ സൂചനയാണ്. നിസ്കാരത്തെ നാം വേണ്ട വിധം പരിഗണിക്കുന്നു എന്നതിൻ്റെ നിദർശനമാണ്. നമ്മുടെ മക്കളെ നാം നിസ്കാരത്തെ ഇഷ്ടപ്പെട്ട് വളർത്തുകയും നിസ്കാരം പരിപാലിക്കുന്നവരായി അവരെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു എന്നതിൻ്റെ അടയാളവുമാണ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന അഹമ്മ അംരിക്കും ഇൻദി അസ്സലാ. നിങ്ങളുടെ കാര്യങ്ങളിൽ എനിക്കേറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ നിസ്കാരമാണ്. മൻ ഹഫിളഹ വഹാഫള അലൈഹ ഹഫിള ദീനഹു. ഇനി ഒരാൾ നിസ്കാരം കൃത്യമായി പാലിക്കുകയും അത് സംരക്ഷിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ അവൻ്റെ ദീൻ സംരക്ഷിക്കുന്നവനാണ്. ഇനി വമൻ ലയ്യഅഹ ഫഹുവ ലിമാ സിവാഹ അൽയഉ. ഇനി ഒരാൾ നിസ്കാരം നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ നിസ്കാരമല്ലാത്ത കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുത്തുവാനും കൃത്യവിലോപം കാണിക്കുവാനും സാധ്യതയുള്ളവനാണ് അത്തരമാളുകളെന്നും ഉമർ റളിയല്ലാഹു അൻഹു മുന്നറിയിപ്പ് നൽകുകയാണ്. അള്ളാഹുവുമായുള്ള ബന്ധം ദൃഢമായി നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന സത്യവിശ്വാസികളെ, നിങ്ങൾ നിസ്കാരം കൃത്യമായി നിലനിർത്തുമ്പോൾ അള്ളാഹുവിൻ്റെ സന്തോഷവും ഇഷ്ടവും നമുക്ക് വന്നു ചേരുകയാണ്. മാത്രമല്ല, ഉലൈക ഹുമുൽ വാരിസൂനല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. അവരാണ് യഥാർത്ഥ അനന്തരാവകാശികൾ. സ്വർഗലോകം അനന്തരമായി നേടുന്ന ആ സ്വർഗത്തിൽ ശാശ്വതമായി വസിക്കുന്നവരെന്ന് അള്ളാഹു പഠിപ്പിച്ച, അള്ളാഹു പരിചയപ്പെടുത്തിയവരിൽ നമ്മൾ ഉൾപ്പെടുകയുമാണ്. നമ്മളിൽ ആരെങ്കിലും നിസ്കാരത്തിൻ്റെ കാര്യത്തെ നിസ്സാരവൽക്കരിക്കുകയും നിസ്കാര സമയങ്ങൾ നഷ്ടപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ റമദാൻ ഇതാ ആഗതമായിരിക്കുകയാണ്. ലോകരക്ഷിതാവിൽ നിന്നുള്ള സമ്മാനമാണ് റമദാൻ. സൃഷ്ടാവായ അള്ളാഹുവുമായുള്ള ബന്ധം പുതുക്കുന്നതിനുള്ള അവസരമാണ് വിശുദ്ധ റമദാൻ. പരിപാലകനായ അള്ളാഹുവിലേക്ക് പരിതപിച്ചു മടങ്ങുവാനും ആരാധനകൾ കൃത്യതയോടെ നിർവഹിക്കുവാനുമുള്ള സന്ദേശമാണ് റമദാൻ നൽകുന്നത്. അതുകൊണ്ട് നമുക്ക് പരസ്പരം സഹകരിച്ച് ഭാര്യ ഭർത്താവിനെ വിളിച്ചുണർത്തി, ഭർത്താവ് ഭാര്യയെ വിളിച്ചുണർത്തി, രണ്ടുപേരും ഒന്നിച്ചു ചേർന്ന് സ്നേഹത്തോടെ മക്കളെ വിളിച്ചുണർത്തി, ആരും നിസ്കാര കാര്യത്തിൽ വീഴ്ച വരുത്തി നിസ്കാരത്തെ സമയത്തു നിന്നു പിന്തിക്കുന്ന സാഹചര്യം നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ടായിക്കൂടാ. കാരണം നിസ്കാരമാണ് ഏറ്റവും പരിപാവനമായ വിഷയം. നിസ്കാരമാണ് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ഉന്നതമായ കർമ്മം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.